കുറച്ച് പേര് ഹസ്ബൻഡിൻ്റെ ജോബ് എന്താ ആളെങ്ങനെയാണ് കാനഡ എത്തിയതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പൊതുവെ കാനഡ സ്കോപ്പ് ഉള്ളത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സസ് ആണ്. അപ്പോൾ ഷിബിലാണ് ചേച്ചി കനേഡിയൻ സിറ്റിസണായി അവിടെ തന്നെ സെറ്റിൽ ആവാണോ എന്ന്. അപ്പോൾ അടുത്തതും 2-3 പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, UK പഠിച്ചിട്ട് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ഹൂ ഈസ് പ്ലാനിങ് ടു മൂവ് ടു കാനഡ ഫ്രം ദ ഗൾഫ്. ഹായ് ചേച്ചി, ടു വർക്ക് ഇൻ കാനഡ ആസ് എ നേഴ്സ് വി ഷുഡ് ഡു എനി കോഴ്സ് ദർ? ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരാഴ്ചത്തെ എന്ന് വെച്ചാൽ ഒരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് കാനഡ റിലേറ്റഡ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് അറിയുന്ന രീതിയിൽ അതൊക്കെ ആൻസേഴ്സ് ചെയ്തുകൊണ്ട് ഒരു Q&A വീഡിയോ പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ഇമിഗ്രേഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കോൺടാക്റ്റോ അതൊന്നുമില്ല. അപ്പം എനിക്ക് അറിയുന്ന ഒരു ബേസിസിൽ വേഗിലി എവിടെയെങ്കിലും കേട്ടതോ വായിച്ചതോ അതിൻ്റെ ബേസിസിലൊക്കെ ആയിരിക്കും ഞാൻ ആൻസർ ചെയ്യുന്നത്. ഒരുപാട് സ്കോപ്പ് ജോബ് പ്രൊഫഷൻസിൻ്റെ സ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ IELTS, UK ടു കാനഡ എങ്ങനെയാണ് മൂവ് ചെയ്തത്, പാർട്ട് ടൈം ജോബ്സ്, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടു ദ പോയിൻറ്റ് ഞാൻ എന്തായാലും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അഥവാ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഒരു റോങ് ഇൻഫർമേഷൻ തരണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് പേരെങ്കിലും നാട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ എൻ്റെ നാട് പറയുകയാണെങ്കിൽ തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് പറശ്ശിനിക്കടവ് ക്ഷേത്രം, തൃച്ചംബരം, കുപ്പം പുഴ, കുപ്പിന്നെങ്കിലും അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ മോൻ്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. മോൻ്റെ പേര് റയൻ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാനഡയിൽ വാൻകൂവറിലാണ്. വാൻകൂവറിൽ വന്നിട്ട് ഏകദേശം 2 കൊല്ലമാവണം. അതിന് മുമ്പ് US-ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കുറച്ച് പേര് ഹസ്ബൻഡിൻ്റെ ജോബ് എന്താ ആളെങ്ങനെയാണ് കാനഡ എത്തിയതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ റൂട്ട് പറയുകയാണെങ്കിൽ BTech ചെയ്തു, 3-4 കൊല്ലം വർക്ക് ചെയ്തു, പിന്നെ US-ൽ മാസ്റ്റേഴ്സ് ചെയ്യാണ് ചെയ്തത്. 2 കൊല്ലം മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ H1B വിസയിൽ അവിടെ ഒരു കമ്പനിയിൽ കയറി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിസ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമോ എന്ന് തോന്നും. പിന്നെ എൻ്റെ ഒരു ജോലിയും അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ കാനഡയിലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ കാനഡ നമ്മൾ വന്നത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. അപ്പോൾ കമ്പനി ത്രൂ തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫർ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ IELTS ഇല്ലാതെ എങ്ങനെയാണ് കാനഡയിലോട്ട് വരിക എന്നായിരുന്നു. അപ്പോൾ IELTS ഇല്ലാതെ വരുന്ന ഒരു റൂട്ട് ഇതാണ് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. ഇപ്പോൾ നാട്ടിൽ തന്നെ പല MNCസിലും ജോലി ചെയ്യുന്നവർ ഇങ്ങോട്ട് ഓൺ സൈറ്റ് വന്ന് പിന്നെ ഇവിടെ 1 ഇയർ വർക്ക് ചെയ്തിട്ട് PR-ന് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു റൂട്ട് വരാം. പിന്നെ ഗ്ലോബൽ സ്കിൽസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സ്കിൽ 0 അല്ലെങ്കിൽ സ്കിൽ A, അതായത് നല്ലൊരു ഹൈ മാനേജർ പൊസിഷൻ, ഒരു ഹൈലി സ്കിൽഡ് പൊസിഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ തന്നെ ഡയറക്റ്റ് ജോബ് കിട്ടി, കമ്പനി വേഗം 2 വീക്സിനുള്ളിൽ തന്നെ വർക്ക് പെർമിറ്റൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതും IELTS ഇല്ലാതൊക്കെയാണ് കൊണ്ടുവരുന്നത്. ബാക്കി മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് എന്തായാലും IELTS ഒരു റിക്വയർമെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഈവൻ ട്രക്ക് ഡ്രൈവറും ഞാൻ വായിച്ചിടത്തോളം ഒരു 4.5 ആ ഒരു സ്കോർ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ IELTS ഇല്ലാതെ എത്തിയാലും നമ്മൾ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും IELTS എഴുതിയേ പറ്റൂ. അപ്പോൾ കാനഡ ഇമിഗ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ IELTS ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു റിക്വയർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ IELTS ഇല്ലാതെ ഈ ഒരു 2 റൂട്ടേ എനിക്കറിയുള്ളൂ. ബാക്കി മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസിന് പിന്നെ ലോ റിക്വയർമെൻറ്റ്സ് ഉള്ളത് ഇങ്ങനത്തെ ഒരു RINP അങ്ങനത്തെ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ലോ റിക്വയർമെൻറ്റ്സ് ആണ്, 6 or 5 അങ്ങനെ എന്താണ്ട് വേണ്ടു. ബട്ട് IELTS എന്തായാലും ഐ തിങ്ക് കാനഡയിൽ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസിന് IELTS ഒരു മേജർ റിക്വയർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ കുറേ പേര് കുറേ പ്രൊഫഷൻസിൻ്റെ സ്കോപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജനറൽ MBAയുടെ സ്കോപ്പ്, സൈക്കോളജി എങ്ങനെയാണ്, MLT, സോഷ്യൽ വർക്കർ, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് മാനേജർ, ഫാർമ, മെഡിക്കൽ ഡിവൈസസ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ലോജിസ്റ്റിക്സ്, IT, ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ അതൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ജനറൽ മോസ്റ്റ് ഓഫ് ദീസ് പ്രൊഫഷൻസ് സ്കോപ്പ് ഉള്ളത് തന്നെയാണ്. പബ്ലിക് ഹെൽത്ത് എനിക്ക് അത്ര അറിയില്ല, കൂടുതലും നേഴ്സസ് ആണെന്ന് തോന്നുന്നു ആ ഒരു ഇതിലേക്ക് പോകുന്നത്. പിന്നെ ചിലതിനൊക്കെ ഇപ്പോൾ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് നിങ്ങൾ നോക്കുകയാണ്, സൈക്കോളജി അല്ലെങ്കിൽ MLT, സോഷ്യൽ വർക്കർ, അതൊക്കെ നമ്മൾ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലൈസൻസിങ് അത്യാവശ്യമാണ്. അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. ഫാർമ ആൻഡ് മെഡിക്കൽ ഡിവൈസസിൻ്റെ എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് ആ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈസൻസ് വേണ്ടുന്ന ആ ഒരു പ്രൊഫഷൻസ് നിങ്ങൾ ഏതൊരു കോഴ്സ് ഇവിടെ പഠിക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക ആ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലൈസൻസിങ് എക്സാമോ അതിനാവശ്യമുള്ള ആ ഒരു പ്രാക്ടിക്കൽ അവേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു കോഴ്സ് തരും എന്നുള്ളത് എന്തായാലും ഉറപ്പ് വരും. അപ്പോൾ പൊതുവെ കാനഡ സ്കോപ്പ് ഉള്ളത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സസ് ആണ്. പിന്നെ ഉള്ളത് സർവീസ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി,
റീറ്റെയിൽ വരും അതിൽ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, ഫൈനാൻസ് അങ്ങനത്തെയൊക്കെ വരും, പിന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹെൽത്ത് കെയർ റിലേറ്റഡ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ സ്കോപ്പുള്ള കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു നിങ്ങളുടെ ആ ഒരു ജോബ് ടൈറ്റിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ജോബ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ജോബ് പ്രോസ്പെക്ട്സ്, ആ ഒരു ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇൻഡിവിജ്വലായിട്ട് പല പല സിറ്റീസിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആ ഒരു സിറ്റിയിൽ ഈ ഒരു ജോബിൻ്റെ ഔട്ട്ലുക്ക് എന്താണ്, എത്രയാണ് വേജസ്, എന്താണ് മിനിമം റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ഉണ്ട്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു ജോബ് ടൈറ്റിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രാജുവേഷനൊക്കെ വേണ്ടി വരും, പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിപ്ലോമ മതിയാവും. അപ്പോൾ ആ ഒരു ബേസിസിലൊക്കെ നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. ഈ ഒരു ജോബ് ടൈറ്റിൽ NOC ആ ഒരു ക്ലാസിഫിക്കേഷനിൽ സ്കിൽ ലെവലിൽ ഏതാണ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ആ ഒരു സ്പെസിഫിക് ആ ഒരു സ്കിൽ 0A B മാത്രമേ നമുക്ക് പിന്നീട് PR അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി വഴിയൊക്കെ PRന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ആ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ MBAക്ക് സ്കോപ്പ് എങ്ങനെയാണ്, MBA കഴിഞ്ഞാൽ കൂടുതൽ സ്കോപ്പുള്ള ഒരു പ്രോവിൻസ് ഏതാണെന്നുള്ളതാണ്. MBA നമ്മൾ നാട്ടിലുള്ള പോലെ തന്നെയാണ്, നമ്മൾ നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ചെയ്യുകയാണ്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുശേഷം നമ്മൾ MBA ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇവിടെ നമ്മൾ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പിന്നെ MBA ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി ലെവൽ പൊസിഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. പ്രോവിൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒണ്ടാരിയോ, BC, ആൽബർട്ട, ക്വിബെക്ക്, ഇത് 4 പ്രോവിൻസസ് തന്നെയാണ് കൂടുതൽ ജോബ് സ്കോപ്പ് ഉള്ളത്. കാരണം കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രോവിൻസസുമാണ്. ഒരുപാട് സ്റ്റാർട്ടപ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഒണ്ടാരിയോ ആ ഒരു ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ MBA ഗ്രാജുവേറ്റ്സിനൊക്കെ ചിലപ്പം ഡിമാൻഡ് കൂടുതൽ ആ ഒരു പ്രോവിൻസിൽ ആവാം. അപ്പോൾ അടുത്ത ചോദ്യം, കാനഡയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഓൺ ചെയ്യാൻ നല്ല ക്യാഷ് വേണ്ടേ, അത് എത്ര മന്ത്സ് കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അതോ ലൈഫ് ലോങ് നമ്മൾ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കണമെന്നാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് കാനഡയിൽ വീട് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കൊല്ലം ആൾക്കാർ ആ ഒരു ഡിസിഷൻ എടുക്കണം, അല്ലേ നമ്മൾ ഈ ഒരു സിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യണോ, ഈ ഒരു കമ്പനി തന്നെ കണ്ടിന്യൂ ചെയ്യണോ. ചിലപ്പോൾ വാൻകൂവറിന് ആൾക്കാർക്ക് ടൊറൻറ്റോ മൂവ് ചെയ്യണമെന്നുണ്ടാവും, ടൊറൻറ്റോന്ന് ആൾക്കാർക്ക് വാൻകൂവർ മൂവ് ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇഷ്ടമാണ്, ആ ഒരു മാറേണ്ട ആ ഒരു ഫ്ലെക്സിബിലിറ്റി. ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞാൽ യൂഷ്വലി ആൾക്കാർ ഓക്കെ 2 പേർക്കും ജോലി ഈ ഒരു സിറ്റിയിലുണ്ട്, അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫുൾ ക്യാഷ് കൊടുത്തിട്ടല്ല, നാട്ടിലെ പോലെ തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കേണ്ടത്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ആ ഒരു റെൻറ്റിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് ആഡ് ചെയ്താൽ ആ ഒരു EMI നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെൻറ്റിന് ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു ക്യാഷ് ഉണ്ടാക്കി വെക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കൊല്ലങ്ങൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്താൽ അപ്പാർട്ട്മെൻറ്റ് എന്തായാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ലൈഫ് ലോങ് റെൻറ്റിലൊന്നും താമസിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു സിറ്റിയിലും നല്ല ഒരു ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും, കുറച്ച് ആ ഒരു സിറ്റിയിൽ നിന്ന് ദൂരം നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അഫോർഡ് ചെയ്യുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റും. അപ്പോൾ അടുത്തത്, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ബ്രിങ്ങിങ് പേരൻസ് ടു കാനഡ വയ സൂപ്പർ വിസ. അപ്പോൾ പേരൻസിനെ നമുക്ക് വിസിറ്റർ വിസയിൽ 6 മന്ത്സോളം ഇവിടെ അവർക്ക് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ സൂപ്പർ വിസ എന്ന് പറഞ്ഞാൽ 2 years വരെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളിവിടെ PR അല്ലെങ്കിൽ സിറ്റിസൺ ആവണം, പിന്നെ നമ്മൾ ഒരു സർട്ടൻ ഫണ്ട്സ് കാണിക്കണം, പിന്നെ അവരുടെ ഒരു സർട്ടൻ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്, സർട്ടൻ എമൗണ്ടിൻ്റെ അവർ കവറേജ് ഉണ്ടെന്ന് കാണിക്കണം. പിന്നെ നമ്മൾ ബാക്ക് ഹോം അവർക്ക് ടൈസ് ഉണ്ട്, അവർ 2 years കഴിഞ്ഞാൽ തിരിച്ച് പോകും എന്നുള്ള ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. അത് കൂടാതെ എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി, പ്രോപ്പറായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ സൂപ്പർ വിസയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഫിക്കൽട്ടീസ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത്, വിൻ്റർ ടൈമിൽ ചിലപ്പം അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, കാരണം ഭയങ്കര ആ ഒരു തണുപ്പത്ത് പുറത്തൊന്നും പോകാൻ പറ്റില്ല. നാട്ടിലാകുമ്പോൾ അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് അമ്പലത്തിൽ പോകാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഡിഫിക്കൽട്ടീസേ ഉള്ളൂ. അല്ലാണ്ട് സൂപ്പർ വിസ എനിക്കൊന്ന് പ്രോപ്പറായിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എൻ്റെ മകൻ വാൻകൂവർ വരാൻ ആഗ്രഹിക്കുന്നു, നല്ല സ്ഥലമാണോ, പാർട്ട് ടൈം ജോബ് കിട്ടാൻ പ്രയാസമാണോ, അതോ കിച്ചണറാണോ നല്ലതെന്ന്. അപ്പോൾ വാൻകൂവർ നല്ലൊരു സ്ഥലം തന്നെയാണ്, പാർട്ട് ടൈം ജോബ് കിട്ടാനും പാടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ബിഗ് സിറ്റിയാണ്, ഒരുപാട് സ്മോളർ ടൗൺസ് നിയർ ബൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാൻകൂവർ ഒരു വൺ ഓഫ് ദ മേജർ സിറ്റീസ് തന്നെയാണ്, അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കിച്ചണറും നല്ലൊരു സ്ഥലം തന്നെയാണ്, കിച്ചണറിൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്, ഒരുപാട് ടെക് കമ്പനീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ടൊറോണ്ടോ അടുത്ത് തന്നെയാണ്, ടൊറോണ്ടോ ആണ് പിന്നെയും ഒരു വാൻകൂവറിനെക്കാട്ടി നല്ലൊരു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കിച്ചണറും നല്ല തന്നെയാണ്. ഓവറോൾ ഒരു ഡിഫറൻസ് വരുന്നത് വെതറിലാണ്. ഇപ്പം മൈൽഡർ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വാൻകൂവറിലാണ്, കിച്ചണറിൽ കൂടുതലും സ്നോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം 2 സ്ഥലം എടുത്താലും റിഗ്രറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ വാൻകൂവറാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, വാൻകൂവർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അടുത്തത് അഭിരാജ് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ECEയിൽ ഡിപ്ലോമ എടുത്തിട്ട് നിൽക്കുകയാണ്, 2 years വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യണോ അതോ അവിടെ വന്നിട്ട് ചെയ്യുന്നതാണോ നല്ലത് 4 or 5 years കഴിഞ്ഞിട്ട്.
ഈ അവസ്ഥയിൽ ചേച്ചിയാണെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ ഓൾറെഡി അവിടെ ഡിപ്ലോമയും വർക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഇവിടെ വന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനത്തെ പ്രൊഫഷനൊക്കെ ഇവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും സർട്ടിഫിക്കേഷൻസും ഒക്കെ വേണം. ഫസ്റ്റ് എയ്ഡും അങ്ങനത്തെ ECEയുടെ സർട്ടിഫിക്കേഷൻസും ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസും ഇവിടുത്തെ ആ ഒരു കോഴ്സ് ചെയ്തിട്ട് സർട്ടിഫിക്കേഷൻ നേടുന്നത് തന്നെയാണ് നല്ലത്. നാട്ടിലത്തെ ആ ഒരു സ്റ്റഡീസും ചെയ്താലും നമ്മൾ ഇവിടെ എന്തായാലും പ്രാക്ടിക്കൽ അവേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്നിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അടുത്ത ചോദിച്ചിരിക്കുന്ന ഷിബിലാണ്, ചേച്ചി കനേഡിയൻ സിറ്റിസണായി അവിടെ തന്നെ സെറ്റിൽ ആവുകയാണോ എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ലോങ് ടേം ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 2 years ആയിട്ടുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടു ഏർലി ടു സേ. അപ്പോൾ തൽക്കാലം ഇവിടെ കുറച്ച് കൊല്ലം കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ലോങ് ടേമിൻ്റെ ഇവിടെ സെറ്റിൽ ആവണോ കാനഡ നാട്ടിൽ പോകണമെന്നോ അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ഒരു പ്ലാനോ ഡിസിഷനോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അടുത്തത് ഫ്ലൈറ്റ് ട്രാവൽ എക്സ്പീരിയൻസ് ഫ്രം കാനഡ ടു കേരള, ഏത് ഫ്ലൈറ്റാണ് ബെറ്റർ, വിച്ച് വെബ്സൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടിക്കറ്റ് ബുക്കിംഗ്? അപ്പോൾ ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കാനഡ ടു കേരള ട്രാവൽ ചെയ്തിട്ടില്ല. ഇവിടെ വന്ന പിന്നെ നാട്ടിൽ പോയിട്ടില്ല. US ഒക്കെ വഴി നമ്മൾ പോവുകയാണെങ്കിൽ ലണ്ടൻ ആണ് നമ്മൾ യൂഷ്വലി ലേവർ എടുക്കാറ്, അല്ലെങ്കിൽ ആംസ്റ്റർഡാം. അപ്പോൾ നമുക്ക് ഈക്വലി ഫ്ലൈറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത് ഖത്തർ എയർവേസ് അല്ലെങ്കിൽ എത്തിഹാദ്, ലുഫ്താൻസ അതൊക്കെയാണ്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവാം ലേ ഓവർ, അല്ലെങ്കിൽ ഡയറക്റ്റ് ദുബായ് പോയി പിന്നെ ദുബായിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. പേരൻസ് ഒക്കെ വരികയാണെങ്കിൽ ഡൽഹി ടു വാൻകൂവർ അല്ലെങ്കിൽ ഡൽഹി ടു ടൊറോണ്ടോ ഒക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് എയർ ഇന്ത്യയുടെ. അപ്പോൾ അവർക്ക് അങ്ങനെ മാറേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നോക്കാം. അതൊരു ഫുള്ളൊരു ലോങ് ഫ്ലൈറ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കാം. കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ രാത്രിത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചൊരു പാഠം ഡയറക്റ്റ് ആ ഒരു എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് തേർഡ് പാർട്ടി ത്രൂ ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ബാക്ക് ആൻഡ് ഫോർത്ത് എയർലൈൻസിനെ വിളിക്കുക. എയർലൈൻസ് പറയും തേർഡ് പാർട്ടി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ബട്ട് ഇൻ ജനറൽ നമ്മളിപ്പോൾ ചീപ്പ് എയർ അല്ലെങ്കിൽ ഫെയർ കമ്പയർ അല്ലെങ്കിൽ കയാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഫെയർസൊക്കെ കമ്പയർ ചെയ്തിട്ട് പിന്നെ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. If we plan to return after a few years to India itself, will that be a good idea considering about savings? I think it all depends, but I think so. നമ്മൾ ശരിക്കും പ്ലാനൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ തന്നെ വീടൊക്കെ വാങ്ങിച്ചു, റെൻറ്റൊക്കെ നമ്മൾ സേവ് ചെയ്തു, ഇവിടെ ഒരു പ്രോപ്പർട്ടി ആയി നമുക്ക് അത് സെൽ ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാം. അപ്പോൾ അങ്ങനെ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റും പ്ലാനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യു ക്യാൻ ഗോ ബാക്ക് ആഫ്റ്റർ ഹാവിങ് സം സേവിങ്സ്. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു സിംഗിൾ ആകുമ്പോൾ നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. ഫാമിലിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കൾച്ചറലി എന്താ പറയുക, ഇവിടെ സിറ്റിസൺഷിപ്പൊക്കെ ആയി ഇവിടെ ആ ഒരു ഓൾഡ് ഏജിൽ കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആൾക്കാർ ചിലപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ വളർന്നു, ആ ഒരു കൾച്ചറൽ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് കൊല്ലം താമസിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ഒക്കെ ചെയ്തു പോകും. ചിലർ തിരിച്ചു പോകുന്നതൊക്കെ ഉണ്ട്. സേവിങ്സ് വൈസ് നോക്കുകയാണെങ്കിൽ യെസ്, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു യു ക്യാൻ ഹാവ് സം സേവിങ്സ് ആൻഡ് ദെൻ ഗോ ബാക്ക്. അപ്പോൾ അടുത്തതും 2-3 പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, UK പഠിച്ചിട്ട് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റിയത്? അപ്പോൾ എൻ്റെത് നോക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. UK ടു കാനഡ അങ്ങനെ ഡയറക്റ്റ് മൈഗ്രേറ്റ് ചെയ്തതല്ല. ബട്ട് അങ്ങനെ നിങ്ങൾ മൈഗ്രേറ്റ് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എനി അതർ കൺട്രി. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. എക്സ്പ്രസ് എൻട്രി ആ ഒരു വഴി തന്നെയായിരിക്കും നമ്മൾ നോക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഇൻ ജനറൽ ഒരു ജോബ് ഓഫർ കിട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ UK അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. UK പഠിച്ചതുകൊണ്ട് എക്സ്ട്രാ പോയിൻറ്റ്സോ അങ്ങനത്തെ ഒരു കൺസിഡറേഷനൊന്നുമില്ല. IELTSനും ഒരു എന്താ പറയുക കൺസെഷനോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പ്രോസസ്സും നമ്മൾ സെയിം തന്നെയാണ്. ഓഫ് കോഴ്സ് UK ഡിഗ്രിക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് കനേഡിയൻ ഡിഗ്രി ആയിട്ട് മാച്ച് ആവാൻ. UK എക്സ്പീരിയൻസിന് കൂടുതൽ വെയിറ്റേജ് ചിലപ്പോൾ ഉണ്ടായേക്കാം നിങ്ങളുടെ ആ ഒരു ഫീൽഡൊക്കെ അനുസരിച്ചിട്ട്. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൂ. ബട്ട് ഇൻ ജനറൽ ഇറ്റ്സ് സെയിം. നമ്മൾ ആ ഒരു എക്സ്പ്രസ് എൻട്രി വഴി ആ ഒരു സ്കോർസൊക്കെ മീറ്റ് ചെയ്തിട്ട് ECA എഡ്യൂക്കേഷൻ ഇവാലുവേഷനും IELTS ഒക്കെ എഴുതി ആ ഒരു നോർമൽ റൂട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഫാർമ മെഡിക്കൽ ഡിവൈസസിൻ്റെ സ്കോപ്പാണ്. എനിക്ക് അധികം അറിയില്ല, ചിലപ്പോൾ ലൈസൻസ് ആവശ്യമാവും. അക്കൗണ്ടൻസ് ആൻഡ് ഫൈനാൻസ് മാനേജേഴ്സ്, അഗെയിൻ അക്കൗണ്ടൻസിനും സർട്ടൻ സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. ചിലതിൽ ഞാൻ കാണുന്നുണ്ട് അവർ ജോബ് ത്രൂ തന്നെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു സർട്ടിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ചില ഓപ്ഷൻസ് ഉണ്ടാവാം. ഇഫ് യു പ്ലാൻ ഫോർ എ കരിയർ സ്വിച്ച് ആൻഡ് സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ജോബ്സ് ഇൻ കാനഡ, ഇൻ ദ റെസ്യൂമേ ഷുഡ് ബി മെൻഷൻ പ്രയർ എക്സ്പീരിയൻസ്. അപ്പോൾ കരിയർ ചേഞ്ച് ചെയ്താൽ റെസ്യൂമേയിൽ പ്രയർ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യണമെന്നാണ്. എനിക്കതിനെപ്പറ്റി അധികം അറിയില്ല. എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു മെയിൻ ചേഞ്ച് ചെയ്ത കരിയറിൻ്റെ ആണ് എല്ലാം ഫോക്കസ് ചെയ്യേണ്ടത്. ബട്ട് ആ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യേണ്ടി വന്നേക്കാം.
പിന്നെ പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് ഈ ഒരു പുതിയ പ്രൊഫഷനിലോട്ട് മാറ്റാൻ പറ്റിയെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എഴുതിയിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്കിൽസ് മാത്രം നമുക്ക് മെൻഷൻ ചെയ്യുന്നത് ഒരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ റെസ്യൂമിൽ എവിടെയെങ്കിലുമായിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് എന്തായാലും മെൻഷൻ ചെയ്യേണ്ടി വരും. ആൻഡ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എഴുതുന്ന രീതിയിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്തത് നിഖിൽ ചോദിച്ചിരിക്കുന്നത് മാസ്റ്റേഴ്സും പാർട്ട് ടൈമും ഒക്കെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ, സ്ട്രെസ്ഫുൾ ആവോ, അതോ PG ഡിപ്ലോമ നോക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഐ വുഡ് സേ ബിസിനസ് റിലേറ്റഡ് കോഴ്സസിൽ ഇപ്പം അതെനിക്ക് അത്ര അറിയില്ല, മാസ്റ്റേഴ്സ് മതിയോ അതോ PG ഡിപ്ലോമ മതിയോ എന്ന് ജോബ് സെർച്ചൊക്കെ ചെയ്ത് നോക്കുക. കൂടുതൽ ജോബ്സ് PG ഡിപ്ലോമയാണോ അതോ മാസ്റ്റേഴ്സ് ആണോ ചോദിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഡിസൈഡ് ചെയ്യാം. ഓവറോൾ എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സും പാർട്ട് ടൈമും കുറച്ച് സ്ട്രെസ്ഫുൾ ആവും, പക്ഷേ നമ്മളെല്ലാം പ്രോപ്പർലി മാനേജ് ചെയ്താൽ 20 hours per week നമുക്ക് വർക്കും ഒക്കെ ചെയ്ത് പോയി എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാസ്റ്റേഴ്സ് ആയാലും PG ഡിപ്ലോമ ആയാലും ശരി, ചില മോഡ്യൂൾസിന് നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ ടൈമും എഫേർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഫ്ലെക്സിബിളൊക്കെ ആവേണ്ടി വരും. ദോ സ്ട്രെസ്ഫുൾ ആവും, ബട്ട് ഐ തിങ്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തത്, ആർ ദർ എനി പെർട്ടിക്കുലർ പ്രോഗ്രാംസ് ഫോർ ന്യൂ ഇമിഗ്രൻസ് ഫോർ ഫർദർ സ്റ്റഡീസ്, ഡസ് ഗവൺമെൻറ് ഗിവ് എനി എയ്ഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാൻസ് ഉണ്ടോ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്? ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ PR സിറ്റിസൺ ഒക്കെ ആയാലും നമുക്കിങ്ങനെ സ്റ്റുഡൻറ്റ് എയ്ഡ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോവിൻസിലും അങ്ങനത്തെ എയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലോൺ പോലെയാണ്. അപ്പോൾ ഗവൺമെൻറ് പേ ചെയ്താൽ നമ്മൾ ഒരു സർട്ടൻ ഒരു കാലത്തിന് ശേഷം നമ്മളത് ലോൺ പോലെ തിരിച്ചടയ്ക്കണം. ഇൻട്രസ്റ്റ് റേറ്റ്സും കാര്യങ്ങളൊക്കെ കുറവാകും, പക്ഷേ എന്തായാലും നമ്മളത് തിരിച്ചടയ്ക്കണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എയ്ഡ്സ് ആണ്. പിന്നെ ചിലപ്പോൾ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ PR സിറ്റിസണൊക്കെ ആകുമ്പോൾ ഒന്നാമത് നമുക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ഫീസ് പേ ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ തന്നെ ഫീസും കുറവാണ്. ഇങ്ങനത്തെ എയ്ഡ്സ് അല്ലെങ്കിൽ ലോൺ പോലത്തെ കാര്യത്തിന് നമുക്ക് അപ്ലൈയും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ സഹായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തതും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അഡ്വൈസ് വിൽ യു ഗിവ് എ ഫാമിലി ഹു ഈസ് പ്ലാനിങ് ടു മൂവ് ടു കാനഡ ഫ്രം ദ ഗൾഫ് റീജിയൻ, സെറ്റിൽഡ് ഇൻ ദ ഗൾഫ് ആൻഡ് പ്ലാനിങ് ടു മൂവ് ടു കാനഡ? സോ എനിക്കങ്ങനെ ഏജും കാര്യങ്ങളൊന്നും അറിയില്ല. സോ ഐ വുഡ് സേ നിങ്ങളുടെ എയിം എന്താണ് അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി കാര്യം തോന്നുന്നില്ല. ഇപ്പം ഇന്ത്യ നാട്ടിൽ തിരിച്ചു പോകേണ്ട, വേറെ ഒരു കൺട്രിയിലാണ് സെറ്റിൽ ആവേണ്ടത്, കുട്ടികളുടെ എഡ്യൂക്കേഷനും ഫ്യൂച്ചറും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കാനഡ ഈസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നിങ്ങളൊരു മിഡ് ലെവൽ, ആ ഒരു മിഡ് ഏജും കാര്യങ്ങളൊക്കെയാണ്, കുട്ടികൾ ഓൾറെഡി കുറച്ച് വലുതാണ്, തിരിച്ച് നാട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്കത് ഒന്നുകൂടി റീതിങ്ക് ചെയ്യാം. ഏതായാലും ഐ വുഡ് സേ വെയിറ്റ് ഫോർ 1 or 2 years അറ്റ്ലീസ്റ്റ് ടിൽ നെക്സ്റ്റ് ആ ഒരു സെപ്റ്റംബറും കാര്യങ്ങളും. ഇപ്പോൾ എക്കണോമി കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഗൾഫിലൊരു നല്ലൊരു ജോബ്, ഒരു സെറ്റിൽഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, നല്ലൊരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അറ്റ് ദിസ് പോയിൻറ്റ് ഇറ്റ്സ് വെരി റിസ്കി. അപ്പോൾ കുറച്ചൊരു 1-2 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. അപ്പോൾ അടുത്തത് റൈഡാണ്. ക്യാൻ യു ടെൽ മീ വിച്ച് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ടൈം ജോബ്സ് ഇൻ കാനഡ? അപ്പോൾ പാർട്ട് ടൈം ജോബ്സ് യൂഷ്വലി നമ്മൾ സൂപ്പർ മാർക്കറ്റ് ചെയിൻസിൽ നമുക്ക് നോക്കാം, വാൾമാർട്ട്, സൂപ്പർ സ്റ്റോർ അങ്ങനത്തെ സ്റ്റോഴ്സിൽ നോക്കാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് ചെയിൻസിലാണ് ഇപ്പോൾ നമ്മൾ ക്രൂ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ മക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ്, അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള പിസ്സ ഹട്ട്, ഡോമിനോസ്, അതൊക്കെ വലിയതാണ്. ലോക്കലായിട്ടുള്ള ചെയിൻസ് ഉണ്ടാവാം. വെയർ ഹൗസിൽ വർക്ക് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ കെയർ ഹോംസിൽ വർക്ക് ചെയ്യാം. ബേബി സിറ്ററായിട്ട് സ്റ്റുഡൻസ് വർക്ക് ചെയ്യാറുണ്ട്. അതിന് ചിലപ്പോൾ റെഫറൻസസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മെയിൻ ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ്സ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കരിയർ ഗ്രോത്തുള്ള ഒരു സ്ഥലത്ത് കയറി പറ്റാൻ നോക്കുക. ഇപ്പോൾ ക്രൂ മെമ്പറായി, പിന്നെ ടീം ലീഡായി, പിന്നെ ടീം മാനേജറായി ഒരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ വയ്ക്കാം. പിന്നെ നമുക്ക് അഥവാ ജോബ്സ് കിട്ടിയില്ലെങ്കിലും ഇപ്പം നിങ്ങളുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ്, ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ ജെറന്റോളജിയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്ററിലൊക്കെ പോയിട്ട് കുറച്ച് വോളണ്ടിയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കത് റെസ്യൂമേലൊക്കെ അറ്റ്ലീസ്റ്റ് മെൻഷൻ ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് ആൾക്കാരെ പരിചയപ്പെടാം. അങ്ങനെ ചിലപ്പം ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻ ജനറൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സിൽ നമ്മൾ ടീം വർക്ക് പഠിച്ചു, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പഠിച്ചു, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പഠിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്കിൽസ് നമുക്ക് ഏതായാലും റെസ്യൂമേലും ആഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ ജനറൽ പാർട്ട് ടൈം ജോബ്സ്. മോസ്റ്റ്ലി നമ്മൾ ഓൺലൈൻ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് CV കൊടുത്തിട്ടും അങ്ങനെയും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ പാർട്ട് ടൈം ജോബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ജുനൈദ്, UK ഓർ കാനഡ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കൊടുത്ത് നമ്മൾ നല്ലൊരു കോഴ്സ് പഠിക്കുകയും പിന്നീട് അതിൻ്റെ ലൈസൻസ് എക്സാം എളുപ്പമായി പോകാൻ സാധിക്കുമോ? എളുപ്പമായി കയറിപ്പോകും. അപ്പോൾ ലൈസൻസ് എക്സാം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അസ്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു എക്സാമിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. മെയിനായിട്ട് നമ്മൾ UK ആയാലും ശരി കാനഡ ആയാലും ശരി ലൈസൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തായാലും മനസ്സിലാക്കുക. എക്സാം മാത്രമാണോ, പ്രാക്ടിക്കൽ അവേഴ്സ് ഇത്ര അവേഴ്സ് വേണമെന്നുണ്ടോ, ആ അവേഴ്സ് നമ്മൾ ഈ കോഴ്സ് ചെയ്താൽ കിട്ടുമോ ഇല്ലയോ? അപ്പോൾ റിക്വയർമെൻറ്റ്സ് ശരിക്കും മനസ്സിലാക്കിയിട്ട്
നമ്മൾ ചെയ്യുന്ന ഈ ഒരു കോഴ്സ് ഈ ഒരു അവേഴ്സും ഈ ഒരു എക്സാമിനൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് നോക്കണം. ചില കോഴ്സസ് അവർ പറയും ലോക്കൽ സ്റ്റുഡൻസിന് മാത്രമേ പ്രാക്ടിക്കം കൊടുക്കൂ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തായാലും മെയിനായിട്ട് ശ്രദ്ധിക്കുക. ബട്ട് ലൈസൻസ് എക്സാം ഐ തിങ്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അസ്. നമ്മൾ പ്രോപ്പർലി നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്താൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് +2 ചെയ്ത് ഹൈപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് 5 years ആയിട്ട്. അപ്പോൾ കാനഡയിലോട്ട് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ കാനഡയിലോട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുറത്ത് നിന്ന് ജോലി കിട്ടി ഇങ്ങോട്ട് വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകിൽ PR-ന് ട്രൈ ചെയ്യണം എക്സ്പ്രസ് എൻട്രി വഴി, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒരു ഈസി ഓപ്ഷൻ. പുറത്തുനിന്ന് അങ്ങനെ ഒരു ജനറൽ ജോബ്സ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് പാടായിരിക്കും. അടുത്തതും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. UK-ൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് നേരിട്ട് പോകാൻ പറ്റില്ല എന്നാണ്. അതുപോലെ കാനഡയിലും പറ്റുമോ എന്നാണ്. +2 വെച്ചിട്ടുള്ള +2ൻ്റെ ഒരു ബേസിസിൽ അഗെയിൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. കാരണം ഇവിടെ ഓൾറെഡി സിറ്റിസൻസും PR-ഉം വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സും അങ്ങനെ ഒരുപാട് അവരുടെ ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ അവർ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം. ഇവിടെ ആരെയും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ആളെ കൊണ്ടുവരുന്നുള്ള രീതിയിൽ അവർക്ക് കാണിക്കണം. അതുകൊണ്ട് തന്നെ +2ൻ്റെ ആ ഒരു ബേസിസിൽ ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് ഇമ്പോസിബിൾ തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം വീണ ചോദിച്ചിരിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ കോഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, സാലറി നല്ലതാണോ, അപ്പോൾ നേഴ്സാണ് നേഴ്സിംഗ് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് അത്രയും ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. +2 അല്ലെങ്കിൽ അതിനുശേഷം ആൾക്കാർ ഒരു അഡ്മിൻ ജോബ് പോലെ അതിലോട്ട് കയറി പറ്റുന്നതാണ്. മാക്സിമം ഒരു ഫ്യൂ വീക്സിൻ്റെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷനെ അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് അപ്പം 1 year കോഴ്സ് ചെയ്താലേ നമുക്കിവിടെ 1 year സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 yearsൻ്റെ കോഴ്സെങ്കിലും നമ്മൾ നോക്കണം. അപ്പോൾ അതിന് മാത്രം ആ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഈ ഒരു എഡ്യൂക്കേഷനും കാര്യങ്ങളും ഈ ഒരു പ്രൊഫഷന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ PR-ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു ജോബിലോട്ട് ആ ഒരു ചെറിയ സർട്ടിഫിക്കറ്റൊക്കെ നേടിയിട്ട് ആ ഒരു ജോബിലോട്ട് കയറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുറമേ നിന്ന് പഠിക്കത്തക്ക വണ്ണം അത്രയും ഒരു നീഡ്, ആ ഒരു എഡ്യൂക്കേഷൻ നീഡ് ഈ ഒരു കോഴ്സിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാലറിയൊക്കെ ആവറേജാണ് കാണിക്കുന്നത്, 20-21 per hour ആ ഒരു രീതിയിൽ. അത്രയും സ്ട്രെസ്ഫുൾ ജോബും ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നോർമൽ ഒരു അഡ്മിൻ ജോബ് പോലെയാണെന്ന്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അറിവിൽ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അടുത്തതും ഒരു നല്ല ചോദ്യമാണ്. BTech കഴിഞ്ഞ് 1 year എക്സ്പീരിയൻസ് എടുത്ത് വരുന്നതാണോ നല്ലതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻ ജനറൽ ഐ വുഡ് സേ 1 year എക്സ്പീരിയൻസ് പറ്റുമെങ്കിൽ എടുത്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മളിവിടെ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് BTech കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മളിവിടെ പല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടും. ഓഫ് കോഴ്സ് ചിലർ നമ്മളെക്കാട്ടിയും എത്രയോ സ്മാർട്ടും കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഡൗൺ ആവാം. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ആ ഫീൽഡ് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ അറിയാം. എസ്പെഷ്യലി നമ്മൾ ഇൻ്റർവ്യൂ ടൈമിൽ നമുക്കിപ്പോൾ സിനാരിയോസോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയറിലൊക്കെ അവർ പേഷ്യൻറ്റ് സിനാരിയോ ഒക്കെ തരും, ഇങ്ങനത്തെ പേഷ്യൻറ്റ് വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 year വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫീൽഡ് കുറച്ചുകൂടി ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കാരണം കുറച്ചുകൂടി നന്നായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ നന്നായിട്ട് കോൺഫിഡൻസോടെ ആൻസറൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം 4 കൊല്ലം പഠിച്ചാലും ആ ഒരു കൊല്ലം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ എത്രയോ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി 1 year അറ്റ്ലീസ്റ്റ് 6 months ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു കോൺഫിഡൻസും ആ ഒരു രീതിയിലൊരു അഡ്വാൻറ്റേജാണ്. എക്സ്പീരിയൻസ് ചിലപ്പോൾ അവർ കണക്കിലെടുത്തില്ല എന്ന് വരാം. ബട്ട് ഇൻ ജനറൽ നമ്മുടെ ഒരു പേഴ്സണൽ കോൺഫിഡൻസ് കൂട്ടാൻ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ അടുത്തത് UK ഓർ കാനഡ തമ്മിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ കൂടുതൽ എളുപ്പം എവിടെയാണ്. അപ്പോൾ 2 സ്ഥലത്തും ഇപ്പോൾ നമ്മൾ സിറ്റിയാണ് ചൂസ് ചെയ്യുന്നത്, ഒരു ടൗൺ അല്ലെങ്കിൽ സിറ്റി ആണെങ്കിൽ പാർട്ട് ടൈം കിട്ടാൻ അധികം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. UK ആയാലും ശരി കാനഡ ആയാലും ശരി. നമ്മൾ റൂറൽ ഏരിയാസ് കുറച്ചുകൂടി ഉള്ളോട്ട് പോകുമ്പോഴായിരിക്കും കൂടുതൽ പാടുണ്ടാവുക. ബട്ട് ഇൻ ജനറൽ ഐ തിങ്ക് UK ഓർ കാനഡ ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് സിമിലർ തന്നെയാണ്. വിൻ്ററിൽ ജോബ് സെർച്ച് ഈസിയാണോ? വിൻ്ററിൽ പൊതുവേ ഇൻ ജനറൽ കുറച്ച് ഡൗൺ ആണ്. കാരണം എല്ലാവരും ഹോളിഡേ ആ ഒരു ഹോളിഡേ മൂഡിലൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സീസണൽ ജോബ്സ് ഒക്കെ വരാം. ചില ഇപ്പോൾ റീറ്റെയിലൊക്കെ നല്ല ഒരു ഇതുള്ള സമയമാണ് ആ ഒരു ഹോളിഡേ സീസൺ, സെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബോക്സ് ഇന്ത്യക്കൊക്കെ അവർക്ക് കൂടുതൽ സ്റ്റാഫും കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ അങ്ങനത്തെ ചില എക്സ്ട്രാ അവേഴ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ചില ടെമ്പററി ജോബ്സൊക്കെ വന്നെന്ന് വരാം. അപ്പോൾ ആ രീതിയിൽ പാർട്ട് ടൈം ജോബ് രീതിയിൽ ഐ തിങ്ക് വിൻ്ററിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ മുഹമ്മദ് ഷബീബ് 2 years ബിസിനസ് റിലേറ്റഡ് ആയിട്ട് PG ഡിപ്ലോമ ചെയ്യാൻ പറ്റുന്ന കോളേജസ് ഒന്ന് മെൻഷൻ. അപ്പോൾ കോളേജസിനെ പറ്റി എനിക്ക് അധികം അറിയില്ല. അപ്പോൾ ആ ഒരു ഒണ്ടാരിയോ കോളേജസോ അല്ലെങ്കിൽ ഓരോ പ്രോവിൻസിൻ്റെ കോളേജസ് നോക്കിയിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ബിസിനസ് റിലേറ്റഡ് കോഴ്സസ് ചൂസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ആബു ഫിലിപ്പ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഡെഫർ ചെയ്യുന്നതുകൊണ്ട് ബോർഡറിൽ ഇഷ്യൂസ് ഉണ്ടാകുമോ? ഇമിഗ്രേഷനിൽ അവർ ഡെഫർ ചെയ്യാനുള്ള കാരണം പറഞ്ഞ് കൺവിൻസ് ആക്കണമെന്ന് നിർബന്ധമുണ്ടോ?
അതിനെപ്പറ്റി എനിക്ക് അധികം അറിയില്ല, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പം നമുക്ക് പ്രോപ്പർലി അത് ഓണസ്റ്റ്ലി നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ റൂൾ 50% അവിടെയും 50% ഇൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആസ് ലോങ് ആസ് അത് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ചോദിച്ചിട്ട് അത് ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ പ്രോപ്പർലി ഓണസ്റ്റായിട്ട് എന്തായാലും ആൻസർ പറയാൻ നോക്കുക. അടുത്തത് ബേസിൽ മാത്യു, ഹൈ ചേച്ചി, ടു വർക്ക് ഇൻ കാനഡ ആസ് എ നേഴ്സ് വി ഷുഡ് ഡു എനി കോഴ്സ് ദർ? സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. നഴ്സിങ്ങിൻ്റെ നമ്മൾ ഫസ്റ്റ് ഒരു അസസ്മെൻറ്റ് പോലെ ചെയ്യണം. നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ അവർ പറയും നമ്മൾ എന്തെങ്കിലും ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യണോ, എക്സ്ട്രാ കോഴ്സ് ചെയ്യണമെന്ന്. ചിലർക്ക് നാട്ടിലത്തെ ആ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസും വെച്ച് തന്നെ ഇവിടെ രജിസ്ട്രേഷനൊക്കെ നേടാൻ പറ്റും. ബട്ട് അൾട്ടിമേറ്റ്ലി നഴ്സിങ്ങിന് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ വേണമെങ്കിൽ മാത്രമേ നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ്സ് ഒന്നും ഫുൾഫിൽ ആവുന്നില്ലെങ്കിൽ അവർ തന്നെ സജസ്റ്റ് ചെയ്യും എക്സ്ട്രാ നമ്മൾ പഠിക്കണോ വേണ്ടോ എന്നുള്ളത്.